കൊച്ചിയിലെ നൃത്തപരിപാടി വേദിയിൽ നിന്നും വീണ് ഗുരുതര പരിക്കേറ്റ ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതി പറയുന്നതിനോട് ഉമാ തോമസ് പ്രതികരിക്കുന്നുണ്ട്. കണ്ണു തുറന്നെന്നും ചിരിച്ചെന്നും കൈകാലുകൾ അനക്കിയെന്നും മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം റണയ മെഡിസിറ്റി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണനുണ്ണി പോളക്കുളത്തും ഉമാ തോമസിന്റെ മകൻ ഡോക്ടർ വിഷ്ണുവും പറഞ്ഞു. പറയുന്നതിനോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. കാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ കാലുകൾ അനക്കി, ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചു, കണ്ണു തുറന്നു, മോൻ ചോദിക്കുന്നതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്തു. റെസ്പോൺസ് മാത്രമേ ഉള്ളൂ. വായിൽ ട്യൂബ് കിടക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല. പിന്നെ കയ്യിൽ ഷേക്ക് ഹാൻഡ് മുറുക്ക പിടിക്കാൻ പറഞ്ഞപ്പോൾ മുറുക്ക പിടിച്ചു. അപ്പോൾ തലച്ചോറ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ക്ഷതങ്ങളിൽ നമുക്കൊരു ചെറിയ പുരോഗതി എന്തായാലും ഉണ്ട്, മോശമായിട്ടില്ല. അപ്പോൾ അതൊരു ആശാവഹമായ ഒരു പുരോഗതി തന്നെയാണ്. ആൻഡ് പേഷ്യൻ്റ് ഈസ് സ്റ്റിൽ ഓൺ വെന്റിലേറ്റർ. ഗുരുതരാവസ്ഥയാണോ എന്ന് ചോദിച്ചാൽ ഗുരുതരാവസ്ഥ തന്നെയാണ്. അതിൽ നിന്ന് മാറണമെങ്കിൽ നമുക്ക് വെന്റിലേറ്ററിൽ നിന്ന് മാറി 24 മണിക്കൂർ കഴിയണം ഗുരുതരാവസ്ഥ തടണം ചെയ്തു എന്ന് പറയാനായിട്ട്. കണ്ണ് തുറക്കാൻ പറഞ്ഞപ്പം കണ്ണ് തുറന്നു. പിന്നെ പതുക്കെ ഒരു കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ കൈ പൊക്കി. അപ്പം ഞാൻ മറ്റേ കൈയും കൂടെ പൊക്കാൻ പറഞ്ഞു. അപ്പം 2 കൈ മാറി മാറി പൊക്കി. കാലൊന്ന് പൊക്കാൻ പറഞ്ഞു, കാല് പൊക്കി. പിന്നെ മറ്റേ കാല് പൊക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ കൈ പിടിക്കാൻ പറഞ്ഞു. കൈ പിടിച്ചപ്പോൾ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാനൊന്ന് മുറുക്ക പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മ കുറച്ച് മുറുക്ക ട്രൈ ചെയ്തു. അപ്പം അതൊരു നല്ല ഇതായിരുന്നു. ആൻമരിയ സണ്ണി വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നുണ്ട്. ആൻമരിയ, നമ്മൾ ഇതിൻ്റെ ആദ്യ ദിവസങ്ങളുണ്ടായ ആരോഗ്യപരമായ വലിയ ആശങ്കകൾ പതിയെ പതിയാണെങ്കിലും അകന്നു മാറുന്നു അല്ലേ? തീർച്ചയായിട്ടും ഹാഷ്മി, ആ ആശങ്കകൾക്ക് ഒരു വിരാമം ഉണ്ടാക്കുന്നു, ഒരു ശുഭപ്രതീക്ഷ ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് രാവിലത്തെ മെഡിക്കൽ ബുള്ളറ്റിനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നതിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള ശുഭപ്രതീക്ഷ നൽകുന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആശാവഹമായിട്ടുള്ള ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ ആശാവഹമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഗുരുതരാവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. ഗുരുതരാവസ്ഥയിൽ നിന്നും പൂർണ്ണമായിട്ടും ഒരു മാറ്റമുണ്ടായി എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും ആശാവഹമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെ മകൻ ഉമാ തോമസ് MLAയെ കയറി കണ്ടിരുന്നു. മകൻ പറഞ്ഞതിനോടെല്ലാം പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. കൈകൾ അനക്കാൻ പറഞ്ഞപ്പോൾ കൈകൾ അനക്കി, ചിരിച്ചു, കണ്ണുകൾ ചിമ്മി, ഈ രീതിയിലുള്ള വലിയ തരത്തിലുള്ള പ്രതികരണം, ആ ഒരു പ്രതികരണം തന്നെ വലിയ ശുഭപ്രതീക്ഷ നൽകുന്നതാണ്. പിന്നെ തലച്ചോറിനേറ്റ ക്ഷതം, ആ ഒരു ക്ഷതത്തിൽ ഒരു നേരിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഒരു ആശങ്കയായി നിലനിൽക്കുന്നത് ശ്വാസകോശത്തിനേറ്റ ക്ഷതമാണ്. അതുമായി ബന്ധപ്പെട്ട് ബ്രോങ്കോസ്കോപ്പ് രാവിലെ 8:30 ചെയ്യണമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ മരുന്നുകളോടുള്ള ഒരു പ്രതികരണം, ആന്റിബയോട്ടിക്കുകളോടുള്ള ഒരു പ്രതികരണം ബ്രോങ്കോസ്കോപ്പ് ചെയ്യാതെ തന്നെ തുടരാം എന്ന രീതിയിലേക്ക് ഡോക്ടർമാർ തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു തീരുമാനമുണ്ടാക്കുന്നു. പിന്നെ പുറത്തു വരുന്ന എക്സ്റേ റിപ്പോർട്ടുകൾ, ഈ എക്സ്റേ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതും അതിലെ മാറ്റങ്ങളുമെല്ലാം ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. അതായത് ആരോഗ്യനിലയിൽ വലിയ തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നത്. ഇനി നിലനിൽക്കുന്ന ആശങ്കകളിൽ 2 ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ശ്വാസകോശത്തിലേറ്റിരിക്കുന്ന ഒരു ക്ഷതം, ആ ക്ഷതത്തിൽ ഒരു നേരിയ വ്യത്യാസം ഉണ്ടാകേണ്ടതുണ്ട്. ആ വ്യത്യാസവുമായി ബന്ധപ്പെട്ടാണ് ചികിത്സ നൽകാനായിട്ട് രാവിലെ തീരുമാനിക്കുന്നത്. പക്ഷേ ആന്റിബയോട്ടിക്കുകളോട് പ്രതികരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല എന്ന് തീരുമാനിക്കുന്നു. ഇനിയൊന്ന് നടക്കുന്നത് ഇൻഫെക്ഷൻ, ന്യൂമോണിയ പോലെയുള്ള ഇൻഫെക്ഷനുകൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ, ആ ഒരു ശ്രദ്ധയാണ് ഇനി ഉണ്ടാകേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സകൾ ഇനി നടത്തേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചികിത്സകൾ ഉടൻ തന്നെ ഉണ്ടാകും ാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. മറ്റു തരത്തിലുള്ള ആന്റിബയോട്ടിക്കുകളോട് പ്രതികരിക്കുന്നത് കൊണ്ട് തന്നെ സെഡേഷന്റെ അളവ് കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ പ്രതികരണങ്ങൾ ഉമാ തോമസ് MLAയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കൈകൾ ചലിപ്പിക്കുക പോലെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഇത്തരം അപകടങ്ങളിലൊക്കെ ദീർഘകാലത്തേക്ക്, ഒരുപക്ഷെ ആയുഷ്കാലത്തേക്ക് പോലും ഉണ്ടായേക്കാവുന്ന ചില പ്രത്യാഘാതങ്ങൾ ഒക്കെ നമ്മൾ പല അപകടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ 2 കൈയും അനക്കുന്നു, 2 കാലുകൾ അനക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത്തരത്തിലുള്ള ആശങ്കകൾ കൂടി അകന്നു പോകുന്നു എന്നല്ലേ? തീർച്ചയായിട്ടും ഹാഷ്മി, ആ ഒരു ആശങ്ക തന്നെയാണ് നമുക്ക് നിലനിൽക്കുന്നത്. കാരണം തലച്ചോറിനും ശ്വാസകോശത്തിനുമാണ് ക്ഷതമേറ്റത്. നമ്മൾ പുറത്തു വരുന്ന വാർത്തകൾ, ഇതിനു മുമ്പുണ്ടായിരുന്ന വാർത്തകൾ, ഈ രീതിയിലുള്ള അപകടാവസ്ഥയിലെല്ലാം വരുമ്പോൾ തന്നെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയേറെയായിരുന്നു. ആ ഒരു ആശങ്ക തന്നെയാണ് നിലനിന്നിരുന്നത്. പക്ഷേ ആ ആശങ്കയ്ക്ക് ഒരു വിരാമം, ആ രീതിയിലുള്ള ഒരു അപകടാവസ്ഥ ഗുരുതരാവസ്ഥയിലേക്ക് ചെന്ന് നിൽക്കില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതും ഡോക്ടർമാർ സൂചിപ്പിക്കുന്നതും ഈ രീതിയിൽ തന്നെയാണ്. കാരണം തലച്ചോറിനേറ്റ ക്ഷതത്തിൽ ഒരു നേരിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ആ പുരോഗതി തന്നെ വലിയ തരത്തിലുള്ള ഒരു ശുഭപ്രതീക്ഷ നൽകുന്നതാണ്. ഇനി നിലനിൽക്കുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശ്വാസകോശത്തിനേറ്റിരിക്കുന്ന ആ ഒരു ക്ഷതമാണ്. ആ ക്ഷതത്തിൽ ഒരു നേരിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അതിപ്പോഴും ഒരു ആശങ്കയായിട്ട് നിലനിൽക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകളാണ് നൽകുന്നത്. ഈ ബ്രോങ്കോസ്കോപ്പ് പോലെയുള്ള ചികിത്സകൾ നൽകണമെന്ന് വിചാരിക്കുമെങ്കിൽ പോലും ഈ ആന്റിബയോട്ടിക്കുകളോടുള്ള ഈ പ്രതികരണം, ഈ മരുന്നുകളോട് നല്ല രീതിയിൽ ഉമാ തോമസ് MLAയുടെ ശരീരം പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു മാറ്റം ശ്വാസകോശത്തിലെ ക്ഷതത്തിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഹാഷ്മി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഡോക്ടർമാർ നൽകുന്ന സൂചനയും.
ഞാൻ മരിയ സോണിയാണ് ആശുപത്രിയിൽ നിന്ന് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഡോക്ടർമാർക്ക് ഒരു കണ്ടു, മകൻ ഡോക്ടർ വിഷ്ണു കണ്ടു, കൈകാലുകൾ ചലിപ്പിക്കാൻ പറഞ്ഞു, കൈകാലുകൾ ചലിപ്പിച്ചു, ചിരിക്കാൻ ശ്രമിക്കുന്നു, ബോധത്തിലാണ്, എന്നാൽ പൂർണ്ണമായും ബോധാവസ്ഥയിലല്ല എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. എന്തായാലും വളരെ മെച്ചപ്പെട്ട, വളരെ ആശാവഹമായ ആരോഗ്യ പുരോഗതി ഉമാ തോമസ് MLA ക്കുണ്ട്. വളരെ പെട്ടെന്ന് ജീവിതത്തിലേക്ക്, പൊതുപ്രവർത്തനത്തിലേക്ക് മടങ്ങി വരട്ടെ MLA.